ചെയ്തിട്ട് അടുത്തൊരു വോയിസ് റെക്കോർഡ് വന്നിട്ടുണ്ട്. റോഷ്നി എന്ന് പറഞ്ഞിട്ട് ദുബായിലെ ഏറ്റവും നമ്പർ 1, എനിക്കത് പറയാൻ താല്പര്യമില്ല, അങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയയിലൂടെ പഴയ ഭർത്താവിനെയും കൂട്ടുകാരികളെയും എല്ലാം നല്ല കട്ട അപവാദം പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ തൻ്റെതായ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ സജിന നൂർ. അറിയാമല്ലോ അല്ലേ, പ്രത്യേകിച്ച് ഒരു വിശദീകരണമൊന്നും വേണ്ടല്ലോ. ഇവരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇവർ ഫിറോസ് ഖാൻ, റസൂൽ പൂക്കുറ്റി എല്ലാവരുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സോഷ്യൽ മീഡിയ തർക്കങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇതിനിടയിലേക്ക് ദിയാസന ആക്ടിവിസ്റ്റ് എന്നൊക്കെയാണ് പറയുന്നത്, സോഷ്യൽ വർക്കർ എന്നൊക്കെ. അപ്പൊ അവരും കൂടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കല്ല് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഇപ്പോ ഞാനിപ്പോഴാണ് കേട്ടോ ശ്രദ്ധിക്കുന്നത്, സജന നൂറിന് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിലൂടെയാണ് ഇനി ഇവർ കഥ പറയാൻ പോകുന്നത്. അവർക്കും ജീവിക്കണമല്ലോ എന്നാണ് അവർ പറയുന്നത്. അതിനു വേണ്ടിയിട്ട് യൂട്യൂബിൽ നിന്നുള്ള കുറച്ച് റവന്യൂ അവരും ആഗ്രഹിക്കുന്നു, തെറ്റൊന്നുമില്ല. എനിക്കൊരു കാര്യം കൂടെ ഉള്ളു പറയാൻ. റസൂൽ പൂക്കുറ്റി സാർ ഇവിടെ, സാറും കൂടെ ഒരു യൂട്യൂബ് ചാനൽ അങ്ങോട്ട് തുടങ്ങു ചേട്ടാ, ചെളിവാരി ഏറ്. സജന നൂറിനെയും മറ്റേ നമ്മുടെ ഫിറോസ് ഖാനെയും ഒക്കെ അങ്ങോട്ട് വാരി എറി. അതാകുമ്പോഴത്തേക്ക് ഒരു കൂട്ടത്തോടുള്ള അടിയായിരിക്കും. അല്ല, കാണുന്നവർക്കിപ്പം കണ്ടോണ്ടിരിക്കാനേ പറയുള്ളൂ, അവരുടെ അഭിപ്രായങ്ങൾ പറയുക. സത്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ, നമുക്ക് ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരോടും തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറയാം, ഒന്നിനെ വിശ്വസിക്കേണ്ട, ഒരെണ്ണത്തിനെ വിശ്വസിക്കേണ്ട. മൊത്തത്തിൽ ഉടായിപ്പാണെന്ന് എനിക്ക് തോന്നുന്നത്. പ്രിയപ്പെട്ടവരെ, വിശദമായി നമുക്ക് കാര്യങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. വീഡിയോയ്ക്ക് അടിച്ച് നശിപ്പിക്കാൻ നോക്കും ചില ആളുകൾ, അതുകൊണ്ട് തന്നെ ഹൈപ്പും ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. ഇനി കാര്യത്തിലേക്ക് വരാനൊന്നുമില്ല. സജന നൂർ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോമഡിയാണ്, എനിക്ക് ചിരി വരുന്നുണ്ടേ. ഇനി കുറച്ചു നേരം നിങ്ങൾ ചിരിക്ക്, ഞാൻ ഒന്നും മുണ്ടാതെ ഇവിടെ ഇരിക്കാം നിങ്ങളുടെ കൂടെ, അതായിരിക്കും നല്ലത്. എൻ്റെ ദിയാസന, നീ വന്ന് ഭയങ്കര പാവം പിടിച്ച കണക്ക് ഈ ദിയ ആരും കണ്ടിട്ടില്ല കേട്ടോ. അയ്യോ, എന്തോ ഒരു സൗമ്യം. ദിയ എടുത്ത് ആരെങ്കിലും ചിപ്പോന്ന് പറഞ്ഞാൽ ദിയ കയറി പറയാൻ പോകുന്നത് അതിൻ്റെ ഇരട്ടി ചീത്തവിളിയായിട്ടായിരിക്കും ദിയാസന മീഡിയയിലാവട്ടെ, ഏത് സോഷ്യൽ മീഡിയയിലാവട്ടെ, അവൾ എവിടെ അങ്ങനെയാണ് പറയുന്നത്. അല്ലേ ദിയ? അപ്പം ദിയക്ക് എന്ത് പേടിയുണ്ടോ? എൻ്റെ മുഖത്തിനൊക്കെ ഭയങ്കര പേടി തോന്നിക്കുന്നല്ലോ. എടി, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. നിൻ്റെ കൂടെ ഉള്ള ആൾക്കാർ നിന്നെ പണിയാത്ത എന്താണെന്നറിയാവോ? കാരണം അവരും സെയിം തെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും അവർ പേടിക്കും. കാരണം നിൻ്റെ പേരിൽ ഒരു അലിഗേഷൻ കൊണ്ട് അല്ലെങ്കിൽ ഒരു കേസ് കൊണ്ട് കൊടുക്കുമ്പം അവരും കൂടെ അല്ലേ പൊങ്ങുന്നത്. അപ്പം തെറ്റ് ചെയ്യാത്ത ആൾക്കാർ ഇതുപോലെ പ്രതികരിക്കും. അപ്പം എൻ്റെ മോളെ, നിനക്ക് മാത്രമല്ല ഫിറോസ് ഖാനും പിന്നെ എന്നെക്കൊണ്ട് നശിപ്പിക്കാൻ വേണ്ടി പോയ ഒരു ദുബായിൽ ഒരുത്തിയുണ്ട്. ഞാൻ ആ വീഡിയോക്കകത്ത് പ്രത്യേകം എന്തോ ഭാഗ്യത്തിന് ആ സാധനം പറഞ്ഞിട്ടുമുണ്ട്. അത് കണ്ടിട്ട് ട്രിഗർ ചെയ്തിട്ട് അടുത്തൊരു വോയിസ് റെക്കോർഡ് വന്നിട്ടുണ്ട്. റോഷ്നി എന്ന് പറഞ്ഞിട്ട് ദുബായിലെ ഏറ്റവും നമ്പർ 1, എനിക്കത് പറയാൻ താല്പര്യമില്ല, അങ്ങനത്തെ ഒരുത്തി. നിങ്ങൾ ഇപ്പം അവളെ വോയിസ് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇനി അവളുടെ ഫോട്ടോകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതും കൂടെ ഞാൻ ഇതിനകത്ത് എഡിറ്റ് ചെയ്ത് കേട്ടാം. കാരണം ഫോട്ടോ എൻ്റെ കയ്യിലില്ല, കാണിച്ചു തരാം ഞാനത്. അവളാണ് റോഷ്നി. കാരണം എന്തായാലും ഞാൻ ഇത്രയൊന്നും അറിയില്ലേ. അപ്പം എന്നെയൊന്ന് ഭയങ്കരമായിട്ട് റോഷ്നി, നീ എന്നെ നശിപ്പിക്കാൻ നോക്കിയ നിന്നെ ഞാൻ വെറുതെ വിട്ടതാ, പോട്ടെ ജീവിക്കേ എന്ന് പറഞ്ഞ് വെറുതെ വിട്ടവളെ നീയായിട്ട് ചൊറിഞ്ഞ് മേടിക്കരുത്. പിന്നെ ഫിറോസ് ഖാനിന് ഓഫ്കോഴ്സ് അവരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് ഇനി എനിക്കറിയത്തില്ല. കാരണം ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളുമായിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഫിറോസ് ഖാൻ ഇത്രയും സപ്പോർട്ട് ചെയ്ത് അവൾ വന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു ലേഡി ആയതുകൊണ്ട് അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധം കാണും. ബാക്കി കേൾക്കാം. ലോകത്തുള്ള എല്ലാ ആൾക്കാരുമായിട്ടും ഫിറോസ് ഖാന് ബന്ധമുണ്ടല്ലേ? ചേച്ചിക്ക് ലോകത്തുള്ള എല്ലാ ആൾക്കാരുമായിട്ട് ബന്ധമുണ്ടോ? അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. അല്ല, 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞ് ഫിറോസ് ഖാൻ ഇങ്ങനെ ഇറക്കി വിട്ടായിരുന്നേ. അതിൽ ഒരെണ്ണത്തിന്റെ കാര്യം റസൂൽ പൂക്കുറ്റി, നിങ്ങൾ തന്നെ അവിടെ എവിടെയും പറയാതെ പറഞ്ഞു, പല കാര്യങ്ങൾ പറയാതെ ഞങ്ങൾക്ക് തന്നെ മനസ്സിലായി കഴിഞ്ഞു പ്രിയങ്കരിയായ സജന നൂർ. അതുകൊണ്ട് സ്വന്തമായിട്ടുള്ള വെള്ളപൂശൽ ഇതിൻ്റെ ഇടയ്ക്ക് വേണ്ട. പിന്നെ ഈ പറയുന്ന ഫിറോസ് ഖാനെയും ദിയാസനെയും ഒന്നും ജനങ്ങൾക്ക് വിശ്വാസമില്ല, അത് വേറെ കാര്യം. വിശ്വാസം ഉണ്ടോ? ഞാൻ വീണ്ടും പറയുന്നു, ഒന്നിനെ നമ്പാൻ നിൽക്കണ്ട. നമുക്കിതിൻ്റെ ഒന്നും സത്യാവസ്ഥ അറിയത്തില്ല. ഇവരെല്ലാവരും പറയുന്ന കഥകളാണ്, മനസ്സിലായില്ലേ? അതെല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുക. എന്ന് വെച്ചിട്ട് ഈ കഥ പറയുന്ന ചേച്ചി അത്ര വെടിപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ബാക്കി കേൾക്കാം. അതൊന്നും നമ്മൾ പറയുന്നില്ലേ. പിന്നെ ഫിറോസ് ഖാൻ ഒരു അലിഗേഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഒരു കുഞ്ഞിൻ്റെ കാര്യം, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം. അതായത് എൻ്റെയും ഫിറോസ് ഖാനും ജനിച്ച കുഞ്ഞിനെ കുറിച്ച്.
നാണമില്ലയോടോ തനിക്ക്? ഫോൺ തരുത്തില്ലടോ. ഇത്രയും നാള് തനിക്ക് ഞാൻ ഫോൺ തന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും തനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ഫോൺ കോളും തന്നെ വിളിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കല്ല ഞാൻ കുഞ്ഞിനുള്ള സ്പേസ്. തന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ല, തന്നോട് ബഹുമാനം കൊണ്ടല്ല. ആ കുഞ്ഞിന് തന്ത എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫാദർ എന്ന ഒരാളെ അവന് ആവശ്യമുണ്ട്. എൻ്റെ കുഞ്ഞും ഇതുപോലത്തെ ഒരു വേദന എൻ്റെ മൂത്ത മോള് അനുഭവിച്ചതുകൊണ്ട് ഞാൻ ആ തന്തയും മക്കളെയും പിരിപ്പിക്കാതെ നോക്കിയതാണ്. അത് തന്നോടുള്ള ബഹുമാനമല്ല. എൻ്റെ കുഞ്ഞിന് കിട്ടട്ടെ, അവന് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഷ്ടം ഞാനൊരു തള്ള വിചാരിച്ചാൽ ഇല്ലാതാക്കാൻ പറ്റും. ഒരു തള്ള വേണ്ട, പോവേണ്ട, അങ്ങനെ ഇങ്ങനെയാണ്, വൃത്തികെട്ടവനാണെന്ന് പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങൾ വെറുക്കപ്പെടും. പക്ഷെ ആ കുഞ്ഞിന് ഇപ്പോഴും തന്നോടൊരു ഇഷ്ടം തോന്നിക്കാൻ കാരണം ഞാൻ ഒരൊറ്റ എൻ്റെ അവിതാര്യമാണ്, എൻ്റെ ഭിക്ഷയാണോ അത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മോനെ തനിക്ക് തരുന്നത് ഇനി തരുത്തില്ലടോ. കാരണം കുറച്ച് അലിഗേഷനും കൂടെ ഞാൻ തന്നെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പേടിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ താൻ ഒരു ആണും പെണ്ണും കെട്ടവനാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. സ്വന്തം മോളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ നിനക്ക് പീഡിപ്പിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ മോനെ താൻ യൂസ് ചെയ്യും. അതുകൊണ്ട് എനിക്ക് പേടിയാണ്. താൻ ലീഗലി പോടോ. ലീഗലി പോയിട്ട് ഞാൻ ലീഗലായിട്ട് മൂവ് ചെയ്യാം. തൻ്റെ കുഞ്ഞിനെ കാണണമെന്നുണ്ടെങ്കിൽ ലീഗലായിട്ട് പോകാം. ഇത്രയും നാൾ ഞാൻ തന്നെ വേണ്ടിയിട്ട് ആ കുഞ്ഞിനെ മറച്ചു വെച്ചിട്ടില്ലല്ലോ. 2500 രൂപ ചിലവിനും തന്നിട്ട് ഒരു വർഷം കൊണ്ട് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മേടിച്ചറിയാം. എൻ്റെ ഉമ്മയുടെ ഫോണിൽ 2500 രൂപ ചിലവിനും തന്നിട്ട് 2000 ആദ്യം അയച്ചു, പിന്നെ ഒരു 500 രൂപ കൂടെ കൂട്ടി. ഓരോ മാസം മറ്റേ വർഷത്തിൽ കൂട്ടുന്ന കണക്ക് ഒരു 6-7 മാസം ആയപ്പോഴത്തേക്ക് ഒരു 500 രൂപ കൂടെ കൂട്ടി. തനിക്ക് വരുമാനം ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല, തനിക്ക് ജോലിയുണ്ട്. വേറെ ഭാര്യയോ മക്കളോ വേറെ ഒന്നോ അതെനിക്കറിയത്തില്ല കേട്ടോ. ഇനി അങ്ങനൊന്നും ഇല്ലല്ലോ. തനിക്ക് ഉണ്ടോയെന്ന് എനിക്കറിയത്തുമില്ല. അപ്പം തനിക്ക് ഇത്ര ചിലവൊന്നുമില്ലല്ലോ. സ്വന്തം കുഞ്ഞിന് പോലും കൊടുക്കുക. എന്നിട്ട് ഞാൻ തന്നോട് സംസാരിക്കാൻ വന്നിട്ടില്ല. എൻ്റെ ഉമ്മയുടെ അക്കൗണ്ടിലായി പൈസ വരുന്നത്. അപ്പോഴും തനിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളോ ഞാൻ തന്നെ അടുത്ത് തർക്കിക്കാനോ വന്നിട്ടില്ല. കാരണം എന്നിട്ട് ഞാൻ ഉമ്മയെടുത്ത് പറയും, എന്തിനാ ഈ നെക്കപ്പിച്ച് 2500 രൂപ മേടിച്ച് ഒരാഴ്ചത്തെ സ്നാക്സ് ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നവർക്കറിയാം. ഒരാഴ്ചത്തെ സ്നാക്സ് മേടിക്കാൻ പൈസ പോലും തികയത്തില്ലത്. ആ 2500. അപ്പം എൻ്റെ ഉമ്മ പറയുന്നതാ, മൂത്ത കൊച്ചിനോ കൊടുക്കുന്നില്ല, അതിൻ്റെ ഉത്തരവാദിത്തം അറിഞ്ഞിട്ടില്ല. ഇവനെങ്കിലും കൊടുത്ത് 2500 2500 കൊടുത്തിട്ട് ആ കുഞ്ഞിന് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഒരു മനസാക്ഷി അവന് കിടക്കട്ടെ. എൻ്റെ ഉമ്മ മനസാക്ഷി കാണിച്ചു. അത് നാണമാനും ഇല്ലേടോ തനിക്ക്. പിന്നെ ഞാനിപ്പം വന്ന മെയിനായിട്ട് എന്നെക്കുറിച്ച് ഇപ്പം കുറേ അലിഗേഷൻ രണ്ടാമതും കുറേ വന്നു. നിയാസാനയുടെ കാര്യം, ഫിറോസ് ഖാനും കൂടെ. ഞാൻ അങ്ങനത്തെ ഒരു വൃത്തികെട്ട രീതി ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലാതെ MDMO കുറേ സാധനങ്ങൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ടെസ്റ്റ് ചെയ്യും. ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴത്തേക്ക് ചിലപ്പം ടെസ്റ്റ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ആയിരിക്കും ഇരുന്നത്. കാരണം എനിക്ക് ഇവരെയൊക്കെ പേടിയുണ്ട്. എൻ്റെ വീട്ടിൽ ഇനി എന്തെങ്കിലും കൊണ്ടുവച്ചിട്ടോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും എൻ്റെ ശരീരത്തിൽ കയറ്റി കൊണ്ട് ഇടുമോ എന്നൊക്കെ പേടിയുള്ളതുകൊണ്ട് എത്രയും വേഗം തന്നെ എന്നെ ടെസ്റ്റ് ചെയ്ത് എന്നെ അറിയാവുന്ന ആൾക്കാരുടെ മുന്നിൽ ഞാൻ ഈ വക സാധനമൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് തെളിയിക്കേണ്ട കടമ എനിക്കാണ്. ചിലപ്പം ഈ വീഡിയോ ടെസ്റ്റ് ചെയ്ത ശേഷം അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന സമയത്ത് എടുത്തോളൂ. അതിനുശേഷം എൻ്റെ ശരീരത്തിൽ എന്ത് വന്നാലും അതിനുള്ള ഫുൾ ഉത്തരവാദിത്തം ഞാൻ പോലീസ് സ്റ്റേഷനിലും എല്ലായിടും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട്ടിലോ എന്തെങ്കിലും കൊണ്ടുവച്ചിട്ടുണ്ടോ എനിക്ക് പേടിയാണ്. കാരണം ക്രിമിനലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ അവരെന്തായാലും നെക്സ്റ്റ് അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ എന്നെക്കൊണ്ട് ടെസ്റ്റ് ചെയ്യുക. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ പോവാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റേഷനിലാണോ അതിൻ്റെ ലീഗൽ വശം എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ എന്തായാലും ലീഗൽ വശമായിട്ട് തന്നെ ഞാൻ എന്നെ ടെസ്റ്റ് ചെയ്യും. ഞാൻ അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യും. അതുപോലെ അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ദിയാസന നീ വന്ന് ടെസ്റ്റ് ചെയ്യടി. അതേപോലെ തന്നെ റോഷ്നി നീയും വന്ന് ടെസ്റ്റ് ചെയ്യണം. നിന്റെ ഫോട്ടോയും വെളിയിലായിട്ടുണ്ടല്ലോ, നീയും വന്ന് ടെസ്റ്റ് ചെയ്യണം. ഫിറോസ് ഖാനെ എനിക്കറിയത്തില്ല ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, പക്ഷെ താനും വന്ന് ചെയ്യണം ഉറപ്പായിട്ടും. കാരണം നിങ്ങൾ 3 പേരുമാണ് എന്നെക്കുറിച്ച് ഈ അലിഗേഷൻ പറഞ്ഞതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞത്. അപ്പം ഈ 3 പേര് എന്നെക്കുറിച്ച് പറയാണെങ്കിൽ അവകാശം ഉണ്ടെങ്കിൽ അവരും വന്ന് തെളിയിക്കണം. അതുകൊണ്ട് ഈ ജനങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാൻ പറയുക, നിങ്ങൾ ഈ കണ്ട ലോകത്ത് പോക്സോ കേസ് എന്ന് പറയുന്ന സാധനങ്ങളും ഇല്ലീഗലായിട്ട് നടക്കുന്ന കാര്യങ്ങളും മറച്ചു വെച്ചിട്ട് അതൊക്കെ വച്ചിട്ട് ഏതെങ്കിലും പെണ്ണുങ്ങൾ എങ്ങനെയെങ്കിലും പോകുന്ന അത് പിടിച്ചത് അറിയാതെ ഈ നാട്ടില് കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന സാധനങ്ങൾ, പോക്സോ കേസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ പ്രായപൂർത്തിയാവാത്തൊരു കൊച്ചിനെ പീഡിപ്പിക്കുന്ന കാര്യം പറഞ്ഞത്, അത് ഈ ലോകത്ത് നടന്നോട്ടേനോ? അതേപോലെ തന്നെ കഞ്ചാവ്, MDM അങ്ങനെയുള്ള സാധനങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്കുള്ള വിതരണം ഇവളുമാർ ഇങ്ങനെയുള്ള ഇപ്പോൾ പറയും സോഷ്യൽ വർക്കറാണ് ഞാനെന്ന് പറഞ്ഞു. ഇവളുമാരുള്ളപ്പോൾ ആൾക്കാർ വന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും നാട് നശിപ്പിക്കാനും. അപ്പം ഈ 2 കാര്യം ഇവിടെ നടന്നോട്ടേന്നാണോ നിങ്ങൾ പറയുന്നത്? സ്വന്തം മക്കൾക്ക് പോലും സേഫ്റ്റി ഇല്ലാത്ത കാലം പോലെ ആക്കിക്കണോ ഇതുപോലെ? അപ്പം നിങ്ങൾ പ്രതികരിക്കേ. ഈ ചെറിയ ഈ പറഞ്ഞ കണക്ക് അവനോടെ പോയി അവൻ ഇവളോടെ പോയി ഇങ്ങനെ പോയി, അതല്ല.
ആദ്യം ഈ ലോകത്തിനെ നന്നാക്കാനുള്ള ഡ്രഗ്സ്, ഇങ്ങനത്തുള്ള സാധനങ്ങളും, പിന്നെ അതേപോലെ തന്നെ പീഡനം, പ്രായപൂർത്തിയാവാത്ത കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നതും, ഇത് ലോകത്തിനോട് കൊണ്ടുപോകാൻ നിങ്ങൾ. ഇനി നിങ്ങൾ എന്നെ അടുത്ത എന്തെങ്കിലും പറഞ്ഞ് എന്നെ കൊല്ലയും. ഇപ്പം ഞാനും രേണുസുതിയെ പോലെ തന്നെ എനിക്ക് ഈ കമന്റ് കേട്ടപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര വിഷമവും ഡിപ്രഷനും ഉറക്കവുമില്ല. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കിടന്ന് കരച്ചിലും ബഹളവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ സ്ട്രോങ് ആയി. ഞാൻ ജീവിക്കൂടി. എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ജീവിക്കും. ഇനി ഏതവളമാരെ എന്നെക്കുറിച്ച് എന്ത് പിഴച്ച് നടന്നോ മറിച്ച് നടന്നോ പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല. എന്നെ അറിയാവുന്നവർക്ക് എന്നെ അറിയാം. ഇതിൻ്റെ അവസാനത്തെ വീഡിയോ ഞാൻ പറയത്തില്ല. കാരണം എനിക്ക് ജീവിക്കണം. എൻ്റെ സോഷ്യൽ മീഡിയയിൽ എനിക്ക് പല വീഡിയോകളും കൊളാപ്സും കാര്യങ്ങളും ഒക്കെ ഇടണം. ഞാൻ ഇതുപോലെ പിഴച്ചൊന്നും ഉണ്ടാക്കിയതല്ല. പിഴച്ചൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഞാൻ നിന്നിട്ടില്ല. എനിക്ക് സമ്പാദിച്ച് എൻ്റെ മക്കളെ നോക്കണം. അതുകൊണ്ട് ഞാൻ വരും. അതുകൊണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ ഫിറോസ് ഖാന് ഈ മോനെ ഇത്രയും പറയുന്നുണ്ടല്ലോ. എടാ, നാണമാണോ ഇല്ലാത്തവനെ? നിനക്ക് ഈ കുഞ്ഞിനെ നീ വല്ലപ്പോഴും ആഴ്ചയിലൊക്കെ വിളിച്ചോണ്ട് പോകുമായിരുന്നു. ഈ വീഡിയോ ഇടുന്നതിന് തൊട്ട് മുന്നേ നീ ആദ്യം ആ കുഞ്ഞിനെ വിളിച്ചോണ്ട് പോയിട്ട് ഈ വീഡിയോ ഇടാൻ ഞാൻ തരുന്നതാ. നിനക്ക് ഈ കുഞ്ഞിനോട് ഭയങ്കര സ്നേഹമെന്ന് പറയുന്നുണ്ടല്ലോ. എടാ, എൻ്റെ കുഞ്ഞ്, ഈ 2 കുഞ്ഞുങ്ങളും എൻ്റെ വീട്ടുകാരും എൻ്റെ ഈ ട്രോമ, ഞാനൊരു ട്രോമയിലോട്ട് തന്നെ, കാരണം എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ സൈബർ അറ്റാക്ക് വരുന്നത്. ഞാൻ ട്രോമയിലോട്ട് പോയി, ഞാൻ ഇവിടെ പാനിക്കായി, വല്ലാത്ത അവസ്ഥയിൽ ഞാനിവിടെ കിടക്കുന്ന ഒരു പാനിക് സിറ്റുവേഷൻ എൻ്റെ കുഞ്ഞുങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുങ്ങളും എൻ്റെ കൂടെ ഇരുന്ന് കരയുക. എനിക്ക് വല്ലാത്ത അവസ്ഥയും ഞാൻ കരച്ചിലും ഇതെല്ലാം ആ കുഞ്ഞുങ്ങൾ നോക്കുന്നുണ്ട്. എടാ, ഒന്നുമില്ലെങ്കിലും നിന്റെ കുഞ്ഞാന്ന് പറഞ്ഞാൽ നീ ഭയങ്കര അവകാശം പറഞ്ഞു. നീ എന്തുകൊണ്ട് വിളിച്ചോണ്ട്? ഞാൻ എവിടെയെങ്കിലും തടഞ്ഞിട്ടുണ്ടോ നിന്റെ കുഞ്ഞിനെ വിളിച്ചോണ്ടാൻ? ആ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് നീ ഈ വീഡിയോ ഇട്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ സല്യൂട്ട് ചെയ്തേനെ. എടാ, ഞാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമോശം ചെയ്തു പോന്നു. ഈ പെട്ടെന്നുള്ള അറ്റാക്കിൽ നമുക്ക് ആർക്കും താങ്ങാൻ പറ്റത്തില്ല. അതിൽ കുറച്ച് നമ്മളെ വീട്ടുകാരും കുറച്ച് ആൾക്കാരും എന്നെ സ്ട്രോങ് ആയിട്ട് നിർത്തിയുണ്ട്. ഒരു പക്ഷേ ഞാൻ ഒറ്റപ്പെട്ടു പോയായിരുന്നു, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിഷം കൊടുത്ത് ഞാൻ ചത്തുപോയനെ. ആ നിമിഷം എൻ്റെ ബുദ്ധി തോന്നി ഈ കുഞ്ഞുങ്ങൾക്കും എന്തെങ്കിലും കൊടുത്ത് ഞാനങ്ങ് ചാവാന്ന് വിചാരിച്ചായിരുന്നെങ്കിലോ? അപ്പം നിന്റെ ഈ കുഞ്ഞ് ചാവത്തില്ലായിരുന്നോടാ? നീ ഭയങ്കര സംഭവമായിട്ട് പറയുന്നല്ലോ, ഒന്നാണം മാനമില്ലാത്തവനെ. എടാ, കുഞ്ഞിനെ വെച്ച് ഭയങ്കര വിഷമത്തോടെ ഭയങ്കര വന്ന് കരച്ചിൽ പറയുന്നുള്ളൂ. എടാ നീയൊക്കെ ആരാണെന്ന്, എടാ നീയും ദിയൊക്കെ ഭയങ്കര ഭാവത്തിനെ പോലെ, നീ ഇതൊന്നും അല്ലെന്നുള്ളത് നാട്ടുകാർക്ക് ചിന്തിക്കുന്നവർക്ക് അറിയാം, ബുദ്ധിയുള്ളവർക്ക് അറിയാം ആരാണെന്ന്. പിന്നെ ഈ നെഗറ്റീവ് പറയുന്ന നെഗറ്റീവോളികൾ അവരുടെ ഞാൻ പറയുന്നത്, നിങ്ങൾ ആരുമല്ല എനിക്ക് ചെലവിനിരുന്നത്. നിങ്ങൾ ആരെയും മറ്റേ അല്ല ഞാൻ ജീവിക്കുന്നത്. ഞാൻ അന്തസ്സായിട്ട് സമ്പാദിച്ച് നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്നത്. പിന്നെ ഏതെങ്കിലും ഒരാളെ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാതിരിക്കും, അതെൻ്റെ ഇഷ്ടമാടാ. ഇനിയൊക്കെ നീ എന്നെ അറ്റാക്ക് ചെയ്യുമ്പോ ഞാൻ അത് ആസ്വദിക്കാം. എന്തായാലും ഞാൻ കുറച്ചും കൂടെ ഫേമസ് ആയി, അറിയാത്തവരും കൂടെ എന്നെ അറിഞ്ഞിട്ടുണ്ട്. എനിക്കും പറഞ്ഞ കണക്ക് ഇനിയിപ്പോൾ ഈ സാധനമൊക്കെ എനിക്കിട്ട് കുറച്ച് അങ്ങനെയെങ്കിലും ഞാൻ പൈസ ഉണ്ടാക്കി വെട്ടെ. അല്ലാതെ ഇനി പറഞ്ഞ കണക്ക് പിഴച്ചോ വല്ല MDMA വിറ്റോ അല്ലെങ്കിൽ കൊച്ചുങ്ങളെ കൊണ്ട് കൂട്ടി കൊടുത്തോ അല്ലെങ്കിൽ പിഴച്ചോ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അപ്പം നിങ്ങളെല്ലാവരും കാണുക, കമൻറ്റ് ഇടുക, സപ്പോർട്ട് ചെയ്യുക. എന്തുണ്ടെങ്കിലും നെഗറ്റീവ് കമൻറ്റ്, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, ഞാൻ ആസ്വദിക്കും. ഓക്കെ, അപ്പം ചലഞ്ച് മറക്കണ്ട കേട്ടോ. ഇതൊരു ചലഞ്ചായിട്ട് ഞാൻ എടുക്കുന്നത്. ടെസ്റ്റ് ചെയ്യണം കേട്ടോ. 3 പേരും ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ആണാണെങ്കിൽ പെണ്ണാണെങ്കിൽ കാണിക്കടി, നിങ്ങളെല്ലാം കാണിക്കടാ എണ്ണിച്ചിട്ട് ഈ റിസൾട്ട്. പിന്നെ ഒരു കാര്യം കൂടെ, ഞാൻ 3 കോടി മേടിച്ച് സെറ്റിലായെന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ആ 3 കോടി മേടിച്ചതിൻ്റെ തെളിവ് കൊണ്ടുവരുന്നവർക്ക് 2 കോടി ഞാനും കൊടുക്കും. ഉറപ്പാ, എൻ്റെ മക്കൾ സത്യം ഞാൻ ചലഞ്ച് ചെയ്യുന്നതും 2 കോടി ഞാൻ അവർക്കും കൊടുക്കും. ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നത്. എൻ്റെ അക്കൗണ്ടിൽ എൻ്റെ ഏതെങ്കിലും രീതിയിൽ എനിക്ക് 3 കോടി എൻ്റെ അക്കൗണ്ടിൽ കിട്ടി, ഞാൻ അതിൽ സൂഹിക്കാന്നല്ലേ പറഞ്ഞു. 3 10 കോടി, അതിനകത്ത് 2 കോടി ഈ തെളിവ് കൊണ്ടുവന്നവന്മാർക്ക് ഞാൻ 2 കോടി അങ്ങ് തരാം. പോരെ? ഒരു മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഇട്ട് അപ്പം സരിത പോടാ നീയൊക്കെ. ഇനിയും കമൻറ്റ് വാടാ. ഇനി ഞാൻ എന്തായാലും ഇത്രയും ദിവസം എൻ്റെ കമൻറ്റുകൾ ഞാൻ ഓഫ് ചെയ്തിട്ടിരുന്നു. കാരണം ആദ്യമൊക്കെ എനിക്ക് പറ്റത്തില്ല. ഞാൻ കാരണം സൈബർ അറ്റാക്ക് ആദ്യമായിട്ട് അനുഭവിക്കുന്നത്. അതുകൊണ്ട് എനിക്കിതൊക്കെ കാണുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ പറയൂലേ, എഴഞ്ഞ് കുഞ്ഞ് നടക്കാൻ പഠിക്കുമ്പോഴത്തേക്ക് എഴഞ്ഞ് വീണ് കാല് മുറിഞ്ഞ് വീണ്ടും പിന്നെ അവരങ്ങോട്ട് പയ്യെ കുഞ്ഞുങ്ങൾ നടക്കാൻ തുടങ്ങും, പിന്നെ ഓടാൻ തുടങ്ങും, ചാടാൻ തുടങ്ങും, പിന്നെ ആരോഗ്യത്തോടെ അവർ എല്ലാം ചെയ്യാൻ തുടങ്ങും എന്ന് പറയുന്ന കണക്ക് ഞാനും അതേ സിറ്റുവേഷനാണ്. വീണു തീർന്നു, ആ വേദന എന്താണെന്ന് മനസ്സിലാക്കി ഇപ്പം സ്ട്രോങ് ആയിട്ട് ഞാനങ്ങ് എഴുന്നേക്കാം. ഇനി ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും എങ്ങനെ ജീവിച്ചെന്ന് പറഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നമില്ലടാ. എന്തായാലും കുറച്ച് എൻ്റെ ഇൻസ്റ്റാഗ്രാം പോലും പടാന്ന് പറഞ്ഞുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമൊക്കെ സത്യം പറഞ്ഞാൽ ഫോളോവേഴ്സൊക്കെ കൂടി വരുന്നത്. ഇനിയും
നിങ്ങൾ എന്നെ കൂട്ടി തരണം കേട്ടോ. എന്നെ കുറച്ചു മുമ്പേ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, ആണും പെണ്ണും കെട്ടതെന്ന്. ഞാൻ ഒരിക്കലും ഒരു ട്രാൻസ്ജെൻഡേഴ്സിനും അവരെ അല്ല ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾ വളച്ചു വിട്ട് ഇനി അതും വേണമെങ്കിൽ പറഞ്ഞ് കമന്റ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ അത് വ്യക്തമാക്കി പറയുന്നത്. ആണുങ്ങളോടും പെണ്ണുങ്ങളോടും താല്പര്യമുള്ള ആണ്. അപ്പം എനിക്ക് പേടിയുണ്ട് എൻ്റെ മകനെയും കൂടെ കൊടുത്തുവിടാൻ. കാരണം 16 വയസ്സുകാരി ഒരു കുട്ടിയെ പീഡിപ്പിച്ചവൻ തീർച്ചയായിട്ടും അവൻ്റെ മോനെയും കൂടെ അവൻ അതുപോലെ മിസ്യൂസ് ചെയ്യും എന്നുള്ളത് പേടിയുണ്ട്. അതുപോലത്തെ ഒരു കാര്യം കൂടെ ഞാൻ കേട്ടുകൊണ്ടാണ് ഇത് പറയുന്നത്. എനിക്കത് പേടിയുണ്ട്. ലീഗലി തന്നെ ഉള്ള മൂവിയാണ്, എനിക്കത് പേടിയുണ്ട് അയാൾ. അതുപോലെ തന്നെ സർ, മന്ത്രിയായ രമേശ് ചെന്നിത്തല സാറാണ് ഇപ്പം ഇങ്ങനെയുള്ള ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നതിൻ്റെ നിയമം സാറാണ് എടുത്തിരിക്കുന്നത്. സാറിൻ്റെ അടുത്ത് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, പബ്ലിക്കിൽ വന്ന് ഇത്രയും ആൾക്കാർ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അലിഗേഷൻ പറഞ്ഞുകൊണ്ട് ഒരു MDMനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെക്കുറിച്ചും ഞാൻ തെളിവ് സഹിതം ഒരാളുടെ കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സർ. തീർച്ചയായിട്ടും എന്നെയും ദിയാസനെയും ഫിറോസ് ഖാനെയും ഈ പറഞ്ഞ റോഷ്നിയും ഞങ്ങൾ 4 പേരെയും സർ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത് ഞങ്ങൾ 4 പേരെയും ടെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ സാറിനോട് അപേക്ഷിക്കുകയാണ്. സാറിന്റെ കണ്ണുമുന്നിൽ തന്നെയാണ് ഇത്രയും കാര്യങ്ങൾ നടക്കുന്നത്. എനിക്ക് സാറിന്റെ മുന്നിലോട്ട് എത്താനുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ സാറിൻ്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യേണ്ട രീതിയിലല്ല ഞാൻ ചെയ്തിട്ടുണ്ട് സാർ. ഇപ്പൊ എന്റെ പേരിലും കൂടെയാണ് ഇങ്ങനത്തെ ഒരു സാധനം നടക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ആൾക്കാരുടെ മുന്നിലായാലും ബാക്കിയുള്ളവരുടെ മുന്നിലായാലും ഞാൻ എന്റെ തെറ്റുകൾ തിരുത്താനോ അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ എന്താണെന്ന് തെളിയിക്കാനുള്ള ഒരു കടമ എനിക്കുണ്ട്. അപ്പൊ എന്നെക്കുറിച്ചും ഇങ്ങനെയുള്ള അലിഗേഷൻ പറയുന്നതുകൊണ്ട് ഞാൻ ഈ സാധനങ്ങൾ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ 4 പേരെ ഞങ്ങൾ 4 പേരെയും അറസ്റ്റ് ചെയ്യുകയോ ഇതിന്റെ നിയമവശം ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് ഞങ്ങളെ 4 പേരെയും ടെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ സാറിനോട് അപേക്ഷിക്കുകയാണ് സാർ. പ്ലീസ്, നാടിന് വേണ്ടി സാർ ഇത്രയും ചെയ്യുന്ന സാറിന്റെ കണ്ണുമുന്നിൽ കിടക്കുന്ന ഈ കാര്യങ്ങളോട് സാർ ചെയ്യണമെന്ന് സാറിനോട് അപേക്ഷിക്കുന്നു സാർ ഞാൻ.